കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് നിയമന പരീക്ഷയ്ക്കിടെ കടുത്ത പ്രതിഷേധം. ചോദ്യപേപ്പറുകൾ കീറിയെറിഞ്ഞ് KSU പ്രവർത്തകർ പരീക്ഷ അലങ്കോലമാക്കി. ക്രമക്കേട് ആരോപിച്ചാണ് പ്രതിഷേധം നടന്നത്. പരീക്ഷാ ഹാളിനകത്ത് ഉന്തും തള്ളുമുണ്ടായി. പിൻവാതിൽ നിയമന നീക്കം ആരോപിച്ചായിരുന്നു KSU നേതാവ് ഹരികൃഷ്ണൻ പാളാടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. പ്യൂൺ, നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്കായിരുന്നു പരീക്ഷ. 2 ഒഴിവുകളിലേക്കുള്ള പരീക്ഷ എഴുതാനാണ് 40ഓളം ഉദ്യോഗാർത്ഥികൾ എത്തിയത്. എന്നാൽ പലർക്കും ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലെന്നും രഹസ്യമായി പരീക്ഷ നടത്തി പിൻവാതിൽ നിയമനം നടത്താനാണ് അധികൃതർ നീക്കം നടത്തിയതെന്നുമാണ് KSU പ്രവർത്തകരുടെ ആരോപണം. നമ്മളെ ഇവിടെ വന്ന വിദ്യാർത്ഥികളെ ആക്രമിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഒന്നും പരിശോധിക്കാം. നിരവധി അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആക്രമിക്കാനും അല്ലെങ്കിൽ അവരൊക്കെ ഗുണ്ടകളാണെന്നൊക്കെ പ്രസ്താവിക്കുന്നത്. അത്തരത്തിലൊരു സമീപനം അംഗീകരിച്ചു പോകാനായിട്ട് ഞാൻ പറഞ്ഞു, ഇവർ 50 പേർക്കും പരീക്ഷ എഴുതാനുള്ള അവസരം. അതിൻ്റെ കൂടെ ആരെല്ലാണോ അർഹതയില്ല യോഗ്യരായിട്ട് മുഴുവൻ ആൾക്കാർക്ക് പരീക്ഷ എഴുതാൻ അത്രയും ഞങ്ങൾ ആവശ്യം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകാനുണ്ടായ കാരണം നമ്മളൊരിക്കലും അതിനെ തെറ്റായി തന്നെ കണ്ടുകൊണ്ട് പറയുകയാണ്. അതിവിടെ സെക്രട്ടറി ഇവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹോൾ ടിക്കറ്റുള്ള വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിച്ച സമയത്താണ് വൈകാരികമായിട്ട് അവന് പ്രതികരിക്കേണ്ടി വന്നത്. അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കുക. അല്ലാതെ ചെയ്ത കാര്യങ്ങളെ ഞങ്ങൾ ഒരിക്കലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കില്ല. വിവരമറിഞ്ഞ് നിയുക്ത MLA TO മോഹനും മറ്റ് കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തെത്തി. നിങ്ങളുടെ കൊടുക്കണം, അപേക്ഷ തന്നാൽ അപേക്ഷ കിട്ടിയെന്നതിന് റെസീറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ കൊടുക്കാതെ ന്യായീകരിക്കണം. അതൊരു കാര്യം സംഘത്തിൽ നടക്കില്ല. നിങ്ങൾ എങ്ങനെ പറയുന്നത്? എല്ലാ സംഘത്തിനും നിങ്ങളുടെ അറിവില്ലായ്മയെ, നിങ്ങളുടെ ധാരണയില്ലായ്മയെ അതെല്ലാം സാമാന്യവൽക്കരിക്കുക. ഇതിപ്പോ 8/5/26 മുഹമ്മദ് റിയാസ് M JR കൊടുത്ത ഒരു അപേക്ഷ എന്റെ ഒപ്പം മുമ്പിലാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യം ഇതിനകത്ത് അപേക്ഷ നിങ്ങൾ ഈ പറഞ്ഞ കൺമുൻപിൽ വെച്ച് ഉപയോഗിച്ച ഭാഷയുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.